പാളയം വിട്ട് UDF-ൽ കയറാൻ വേണ്ടി പരക്കം പാഞ്ഞു നടക്കുകയാണ് PV അൻവർ. എങ്ങനെയെങ്കിലും UDF-ൽ കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും. ഇങ്ങനെ രാജിപ്രഖ്യാപനം നടത്തിയ ശേഷം നിലമ്പൂർ പൂർണ്ണമായും കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് അൻവർ ശ്രമിച്ചത്. ഇതിനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലപേശൽ നടത്തിയതും. എന്നാൽ ഇത് വില പോകാതെ വന്നതോടെ അൻവർ മുസ്ലിം ലീഗ് വെച്ചു നീട്ടിയ ഓഫറിന് മുന്നിൽ അടങ്ങിയിരിക്കുകയാണ് തൽക്കാലം. സംഗതി ആളും ആരവും ഇല്ലാത്ത ഈർക്കിൾ പാർട്ടിയാണെങ്കിലും അൻവർ UDF നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് വലിയ ഡിമാൻഡുകളാണ്. വിലപേശൽ ശേഷിയില്ലെങ്കിലും അൻവർ UDF നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് 2 സീറ്റുകൾ വേണമെന്നാണ്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യങ്ങളിൽ മിക്കതും UDF നേതാക്കൾ തള്ളി. PV അൻവർ ആദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി സഹകരിക്കട്ടെ, അതിനുശേഷം പിന്നീടാവാം മറ്റു കാര്യങ്ങളിൽ ചർച്ച ചെയ്യുക എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം. ഈ നിലപാടിൽ ഉറച്ചു നിന്ന് അൻവറിന്റെ വിലപേശലിന് വഴങ്ങില്ലെന്ന സൂചനയാണ് സതീശൻ നൽകിയിരിക്കുന്നത്. അൻവറിന് ഒരു സീറ്റ് നൽകി ഒപ്പം കൂട്ടണം എന്ന നിലപാടിലാണ് K സുധാകരനും K മുരളീധരനും. ഇക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജയന്തും പ്രവീൺ കുമാറും അൻവറിന്റെ വസതിയിൽ എത്തി കണ്ടത്. ഇതോടെയാണ് ലീഗ് നേതാക്കളുമായി അൻവർ ചർച്ചയിലേക്ക് കടന്നത്. കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും PV അബ്ദുൾ വഹാബുമായി അൻവർ ചർച്ച നടത്തി. കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ അൻവറിന് ഒരു സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി. എന്നാൽ അതിനൊപ്പം തന്നെ ആ സീറ്റ് ലീഗിന്റെ ബാധ്യതയായി ഏറ്റെടുക്കാൻ ആകില്ലെന്ന സൂചനയും കുഞ്ഞാലിക്കുട്ടി നൽകി. വിജയസാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ്. എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെട്ടു. ഇതോടെ കോൺഗ്രസിന്റെ ചെലവിലാകും അൻവറിന്റെ അക്കോമഡേഷൻ. എന്നാൽ ഇത്തരം ചർച്ചയൊന്നും ഇപ്പോൾ വേണ്ടെന്നാണ് സതീശന്റെ നിലപാട്. അതേസമയം അൻവറിനെ മലപ്പുറത്ത് അടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് DCC ഉള്ളത്. അൻവറിന് മലപ്പുറത്ത് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാട് അവർ വ്യക്തമാക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കാനും സാധ്യതയില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് പ്രവേശിക്കുക എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. മുന്നണി പ്രവേശനത്തിൽ അടക്കം ഒരു കാര്യത്തിലും അന്തിമ ഉറപ്പ് ലഭിക്കാതെയാണ് അൻവർ അടങ്ങാൻ തുടങ്ങിയത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും PV അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു. ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞത് വസ്തുതകളാണ്. UDF-ന് പുറത്തുള്ള കക്ഷി എന്ന നിലയിലാണ് ഷൗക്കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് UDF-ന് അകത്തായാൽ മുന്നണിയുടെ നിലപാട് പറയും എന്നാണ് അൻവർ പറഞ്ഞത്. എന്നാൽ ആദ്യം അൻവർ ഷൗക്കത്തിന്റെ കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടി വരും. അൻവറിന്റെ വിലപേശലിന് കോൺഗ്രസ് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് PV അൻവർ അബ്ദുൾ വഹാബ് MP-യുടെ വീട്ടിലെത്തി സംസാരിച്ചത്. UDF കടുപ്പിച്ചപ്പോൾ അൻവർ അയഞ്ഞെന്ന സൂചനയാണ് അൻവർ നൽകുന്നത്. ഇന്ന് നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് താൻ. സ്വന്തമായി മത്സരിക്കും എന്നതടക്കം കടുത്ത നിലപാടിൽ നിന്നും മയപ്പെട്ട അൻവർ ലീഗ് മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകളിൽ തൃപ്തനാണ് എന്നാണ് സൂചന. സ്വന്തമായി മത്സരിച്ചാൽ അത് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവാണ് അൻവറിനുള്ളത്. ഇക്കാര്യം ബോധ്യമായതോടെയാണ് അൻവർ അടങ്ങുന്നത്. VD സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവറിന് വഴങ്ങേണ്ടി വന്നത്. അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ ഘടകകക്ഷി സ്റ്റാറ്റസ് ലഭിക്കുമോ എന്ന സംശയമാണ്. അസോസിയേറ്റ് മെമ്പർ സ്റ്റാറ്റസ് കൊണ്ട് അൻവറും കൂട്ടരും തൃപ്തിപ്പെടുമോ എന്നും അറിയേണ്ടതുണ്ട്. അതേസമയം എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിൽ എത്തിയാൽ മതി എന്നാണ് അൻവർ പറയുന്നത്. ഘടകകക്ഷിയാകണമെന്ന കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല. അൻവറിന്റെ സമ്മതത്തിന് വഴങ്ങില്ല. അൻവറിന് വേണമെങ്കിൽ UDF-നെ പിന്തുണയ്ക്കാം. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ തിരുത്തി പറഞ്ഞാൽ അൻവറിനെ മുന്നണിയിൽ അസോസിയേറ്റ് അംഗമാക്കുന്ന കാര്യം പരിഗണിക്കാം. ഇതായിരുന്നു UDF-ന്റെ നിലപാട്. സമ്മർദ്ദം വിജയിച്ചില്ലെന്ന് കണ്ടതോടെ അൻവർ വീണ്ടും PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി. ഇതിനുശേഷമാണ് നിലപാട് മയപ്പെടുത്തിയത്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരിക്കുന്നത്. വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത
ഭീരുവായ പടനായകനാണ് താൻ എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂരിൽ BJP CPM ബന്ധവും ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. BJP തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് LDFന്റെ ആവശ്യം കൂടിയാണെന്നും സന്ദീപ് ചൂണ്ടിക്കാണിച്ചു. BJPയുടെ വോട്ടുകൾ CPMന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വമെന്നും സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായ വേരുകൾ ഉള്ള ആര്യാടൻ ഷൗക്കത്തിനെയാണ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നത്. PV അൻവർ ശക്തമായ എതിർപ്പുകൾ ഉന്നയിച്ചതോടെ ഇടയ്ക്ക് VS ജോയിയുടെ പേരും ഉയർന്നു വന്നെങ്കിലും അതൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആര്യാടൻ പാരമ്പര്യത്തിൽ കോൺഗ്രസ് വിശ്വാസം അർപ്പിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ ചരിത്രം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നത്. നരേന്ദ്രമോദി നേരിടുന്നത് പ്രചരണം നടത്തിയാലും 2024 നേടിയ 17,500 വോട്ട് പോയിന്റ് അതിന്റെ പകുതി നേടാൻ BJPക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. LDF ആരെയെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് BJPയുടേതാണ്. മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട്. വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താൻ എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖരൻ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17,500 വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും BJP നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടാവുക? കാരണം മറ്റൊന്നുമല്ല, BJPയുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സമയത്ത് മനസ്സിലായതാണ്. ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിയാഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വഖഫ് അമെൻമെന്റ് ആക്ട് എടുക്കാ ചരക്കായി മാറും. കപട ദേശീയതയുടെയും നിലമ്പൂരിൽ വില പോകില്ല. നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും 2024 നേടിയ 17,500 വോട്ട് പോയിട്ട് അതിന്റെ പകുതി നേടാൻ BJPക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടികൾ ചിലവാക്കി നടത്തിയ PR വർക്ക് കല്ലത്തായി പോകും എന്ന ഭയം BJPക്കുണ്ട്. അതിനാൽ നിലമ്പൂരിൽ BJP പ്രവർത്തകരെ വിധിക്ക് വിട്ടുകൊടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മുങ്ങാനാണ് BJPയുടെ ശ്രമം. ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടിയൂരാനാവും ശ്രമിക്കുക.